സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ചൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. ജൂൺ 25 ശ്ലീഹാകാലം 4-ാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. 2 കൂട്ടുകാർ ചെറുപ്പം മുതൽ ഒരുമിച്ച് വളരുകയും ഒരുമിച്ച് പഠിക്കുകയും പിന്നീട് ഒരുമിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ചെയ്തു. റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു ബിസിനസ് രംഗം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അധ്വാനിച്ചപ്പോൾ വൻ വിജയം, വൻ നേട്ടമുണ്ടായി. പക്ഷേ ഒരു വസ്തുവിൻ്റെ തർക്കത്തിൽപ്പെട്ട് രണ്ടുപേരും തമ്മിൽ തെറ്റി പിണങ്ങി കൊടും ശത്രുക്കളായി മാറി. ഏറ്റവും അടുത്തവർ ശത്രുക്കളാകുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും മുറിവും നൊമ്പരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റേയാൾക്കെതിരെ ഇൻകം ടാക്സ് ഓഫീസിൽ പരാതി കൊടുത്തു. ഇയാളുടെ വസ്തുക്കൾക്കുള്ള കാശ് ഉണ്ടായ ഉറവിടം അറിയാൻ മേല. അന്വേഷണമായി, വലിയ പ്രശ്നമായി. ഒരു തരത്തിൽ അത് ഒതുക്കി തീർത്ത് കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർ ഈ കേസിൽ പിടിക്കപ്പെട്ട കൂട്ടുകാരനോട് ചോദിച്ചു, അല്ല, മറ്റേയാളുടെ ഒരു കേസിൻ്റെ സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ഒരു പരാതി തന്നാൽ ഞങ്ങൾ അവനിട്ടൊരു പണി കൊടുക്കാം. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെ ഒരു പണി അവനിട്ട് ഞാൻ കൊടുത്താൽ ഞാനും അവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവനേക്കാൾ എന്ത് മികവാണ്, മെച്ചമാണ്, മേന്മയാണ് എനിക്ക് അവകാശപ്പെടാൻ ഉള്ളത്? അതുകൊണ്ട് വേണ്ട. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അവതരിപ്പിക്കുന്നത് ഈ ശത്രുതയുടെ ഒരു പശ്ചാത്തലമാണ്. ശത്രുക്കളുണ്ടായാൽ, നമുക്കെതിരെ ശത്രുത വന്നാൽ, അധിക്ഷേപം വന്നാൽ, പീഡനം വന്നാൽ, അപഹരണം വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട വചനം 32 മുതലുള്ള വചനങ്ങളാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അതുപോലെ തന്നെ തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ കടം കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അർത്ഥം ഈശോ ചൂണ്ടിക്കാണിക്കുന്നതും നമ്മളെ വിളിക്കുന്നതും ഒരേ ഒരു കാര്യത്തിനാണ്: മേന്മ ഉള്ള വ്യക്തികളാകാൻ, മികവുള്ള വ്യക്തികളാകാൻ, ഒന്നുകൂടെ മെച്ചപ്പെട്ട വ്യക്തികളായി മാറാൻ. ഇങ്ങനെ ജീവിതത്തിൽ മികവും സ്വഭാവത്തിൻ്റെ മെച്ചപ്പെടുത്തലും ഗുണപരമായ നന്മയിലുള്ള വളർച്ചയും ഉണ്ടാകാനുള്ള വഴിയാണ് ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിൻ്റെ സ്വഭാവം ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ, ഒന്നുകൂടെ നല്ല മനുഷ്യനാകാൻ, ഒന്നുകൂടെ നല്ല വ്യക്തിയാകാനുള്ള വഴി അതാ പറഞ്ഞു തരുന്നത്. ജീവിതത്തെ മെച്ചപ്പെടുത്താനും സ്വഭാവത്തെ നന്മയിൽ വളർത്താനും ഒന്നുകൂടെ മെച്ചപ്പെട്ട നന്മയുള്ള വ്യക്തിയായി മാറാനും ഉള്ള അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്നാണ് ഈശോ പറഞ്ഞു തരുന്നത്. അതാ ഈശോ പറയുന്നത്, ഒരുവൻ ശത്രുതയിലായാൽ, ഒരുവൻ നിന്നെ അപകീർത്തിപ്പെടുത്തിയാൽ, ഒരുവൻ നിന്നെ പീഡിപ്പിച്ചാൽ, കരണത്തടിച്ചാൽ, എന്തിന് ഒരുവൻ നിൻ്റെ ന്യായമായ വസ്തുക്കൾ അപഹരിച്ചാൽ, അതെല്ലാം അവസരങ്ങളാണ്. എന്തിന്? നിൻ്റെ സ്വഭാവം, നിൻ്റെ വ്യക്തിത്വം ഒന്നുകൂടെ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളാണ്, മേന്മയിലേക്ക് വളരാനുള്ള അവസരങ്ങളാണ്. അല്ലെങ്കിൽ ഈശോ ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ ഇത്രയും രൂക്ഷമായ പ്രതിസന്ധികളെ, മാനസികമായ വ്യഥകളെ, നമ്മളെ ജീവിതത്തിൽ ഏറ്റവും അധികം ക്ലേശിപ്പിക്കുന്ന അനുഭവങ്ങളെ എങ്ങനെ നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിൻ്റെ നന്മയിലും വളരാനുള്ള അവസരങ്ങളാക്കി മാറ്റാം. അതിനുള്ള വഴിയായിട്ട് ഈശോ പറയുന്നത്, നിനക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം? നീ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കുവിൻ, തിന്മ ചെയ്യുന്നവർക്കെതിരെ നന്മ ചെയ്യുവിൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നീ മേന്മയുള്ളവനാകും, മികവുള്ളവനാകും, ഒന്നുകൂടെ മെച്ചപ്പെട്ട സ്വഭാവത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറും. പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. പൊട്ടക്കിണറ്റിൽ വീണ കഴുതയുടെ കഥയാണ്. അബദ്ധത്തിൽ ഒരു കഴുത പൊട്ടക്കിണറ്റിൽ വീണു. ഇത് അറിഞ്ഞ് ഉടമസ്ഥൻ അടുത്തുകൂടി. ഈ പൊട്ടക്കിണറ്റിൽ നിന്നും കഴുതയെ വലിച്ചു കയറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുപെട്ട പണിയാണ്, അധ്വാനമാണ്. പോരാ, അതിനുവേണ്ടി മുടക്കുന്ന മുതലിന് ഫലവുമില്ല. പ്രായം ചെന്ന കഴുതയാണ്. അതുകൊണ്ട് ഇയാൾ വിചാരിച്ചു ഈ കഴുതയെ ഈ കിണറ്റിലിട്ട് മൂടിയേക്കാം എന്ന് വിചാരിച്ച് ഇയാൾ മുകളിൽ നിന്നും മണ്ണ് കൊട്ട കണക്കിന് താഴേക്ക് കിണറ്റിലേക്ക് ഇടാൻ തുടങ്ങി. ഓരോ കൊട്ട മണ്ണ് തൻ്റെ ശരീരത്തിൽ വീഴുമ്പോഴും കഴുത എന്നാ ചെയ്യും? മണ്ണൊന്ന് കുടഞ്ഞിട്ട് കാലെടുത്ത് മണ്ണിൻ്റെ മുകളിലേക്ക് വെക്കും. അങ്ങനെ മുകളിൽ നിന്ന്
ഉടമസ്ഥൻ മണ്ണ് ഇടുന്നത് തുടർന്നുകൊണ്ടിരുന്നു. കഴുത ഓരോ മണ്ണിൻ്റെ വീഴ്ചയിലും എന്തു ചെയ്തു? മണ്ണ് കുടഞ്ഞു കളഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചു. തുടർന്ന് അവസാനം കഴുത കിണറിൻ്റെ മുകളിൽ എത്തി രക്ഷപ്പെടുകയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത്, മറ്റുള്ളവർ നമ്മളോട് എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രതികരിക്കുന്നത് എന്നതിൻ്റെ മേൽ നമുക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. നമുക്കെതിരെ ശത്രുതയും, നമുക്കെതിരെ അപകീർത്തിയും, നമുക്കെതിരെ പീഡനവും, നമുക്കെതിരെ അപഹാസ്യവുമായിട്ട് ജീവിതത്തിൽ പലരും വന്നെന്നിരിക്കും. അത് ജീവിതാനുഭവമാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു പരിധിയിൽ കൂടുതലൊന്നും നമുക്ക് പറ്റില്ല. പിന്നെന്താ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്? നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് അവയോടൊക്കെയുള്ള നമ്മുടെ പ്രതികരണമാണ്. അതാണ് ഈശോ പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിന്റെ പ്രതികരണത്തിൻ്റെ ഗുണപരത മെച്ചപ്പെടുത്തുവിൻ. സ്നേഹമായിരിക്കട്ടെ ഏറ്റവും വലിയ ശത്രുതയുടെ നടുവിലും നിന്റെ ഹൃദയത്തിൽ നിലനിൽക്കേണ്ടത്. നന്മയായിരിക്കട്ടെ ഏറ്റവും വലിയ തിന്മയുടെ മുമ്പിലും നിന്റെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കേണ്ടത്. ഉദാരമായ ദാനമായിരിക്കട്ടെ ഏറ്റവും വലിയ അനീതിയുടെ മുമ്പിലും നിന്റെ മനസ്സിലും നിന്റെ ജീവിതത്തിലും നിറയേണ്ടത്. ഈശോ പറയുന്ന ഈ പാഠം നിന്റെ പ്രതികരണങ്ങളെ, പ്രവൃത്തികളെ, മറ്റുള്ളവരോടുള്ള പ്രതികരണങ്ങൾ, അതാണ് നിന്റെ നിയന്ത്രണത്തിലുള്ളത്. അത് നന്മയും സ്നേഹവും ഉദാരതയുമായി വളർത്തുമ്പോൾ നിന്റെ മേന്മ വളരുകയാണ്, നിന്റെ സ്വഭാവം വളരുകയാണ്, നിന്റെ വ്യക്തിത്വത്തിൻ്റെ നന്മ വളരുകയാണ്. ഈയിടെ മാധ്യമങ്ങളിൽ വന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഓസ്ട്രേലിയയിൽ അഡലെയിഡിൽ യുവദമ്പതികൾ മനു, സീന, അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ വൈകല്യമുള്ള കുഞ്ഞായിരിക്കുമെന്ന് അവർ ആശുപത്രിക്കാർ കണ്ടുപിടിച്ചു. എന്നിട്ടും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. വികലതകളുണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന നിർബന്ധ ബുദ്ധിയോടെ നിന്നു. അംഗവൈകല്യത്തോടെ ആ കുഞ്ഞ് ജനിച്ചു. പോരാ, കുഞ്ഞിന് വളർന്നു വരുമ്പോൾ രാത്രിയിൽ ശ്വാസം കിട്ടണമെങ്കിൽ ഓക്സിജൻ ആർട്ടിഫിഷ്യൽ കൊടുക്കണം. പോരാ, ഭക്ഷണം ട്യൂബിലൂടെയാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിയുമായിട്ട് ഈ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് സർക്കാർ, അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ നികുതിദായകരുടെ കാശുകൊണ്ട് ഈ കുഞ്ഞിനെ പോറ്റാൻ പറ്റില്ല എന്ന ന്യായം പറഞ്ഞ് ഇവർക്ക് റെസിഡൻസി പെർമിറ്റ് കൊടുക്കാതെ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുക. ആ വലിയ പ്രതിസന്ധിയിലും ഈ യുവദമ്പതികൾ പിടിച്ചു നിൽക്കുകയാണ്. അവരപ്പോഴും പറയുന്നത് ഈ കുഞ്ഞിൻ്റെ ചികിത്സാ ചെലവ് അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയോടെ നിൽക്കുക, അല്ലാതെ സർക്കാരിൻ്റെ കാശ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട്. അതോടൊപ്പം സുഹൃത്തുക്കളും കൂട്ടുകാരും മാധ്യമങ്ങളും ഇതൊരു വലിയ വിഷയമായിട്ടെടുക്കുകയാണ്. അവസാനം എന്താ സംഭവിക്കുന്നത്? ഓസ്ട്രേലിയൻ സർക്കാർ ഈ കുഞ്ഞിൻ്റെ മേലുള്ള ഇവരുടെ സമർപ്പണത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. റെസിഡൻസി പെർമിറ്റ് ഇവർക്ക് കൊടുക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, അതും ജീവിതത്തെ ആകമാനം പിടിച്ചുകുലക്കുന്ന, മനസ്സിനെ മുറിപ്പെടുത്തുന്ന പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഈശോ പറയുന്നു, അതൊക്കെ ഓരോ അവസരങ്ങളാക്കി മാറ്റണം. എന്തിന്? നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നന്മ, നിൻ്റെ സ്വഭാവത്തിൻ്റെ നന്മ, മേന്മ, അതൊന്നുകൂടെ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളാക്കി മാറ്റുക. 35 വചനത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിക്കണം. ഈശോ പറഞ്ഞു പോകുന്നത് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ, ശത്രുതയും അപകീർത്തിയും പീഡനവും വലിയ പ്രതിസന്ധിയും വരുമ്പോൾ അവയൊക്കെ നന്മ, മനസ്സിൻ്റെ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കും. 35 വചനം. തമ്പുരാൻ്റെ മക്കളാകും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളും ഏറ്റവും മനസ്സിനെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളും ഏറ്റവും വലിയ ശത്രുതയും ഏറ്റവും വലിയ ചതിയും ഏറ്റവും വലിയ അപകീർത്തിയും എന്തിനുള്ള വഴിയാണ്? നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വളരാൻ, ഉയർന്നു വരാനുള്ള അവസരങ്ങളാണ്, വഴിയാണ്. അതാണ് ഈശോ പറഞ്ഞു തരുന്നത്. അതിന് കാരണം ഈശോ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഇത്. അതായത് തിന്മ ചെയ്യുന്നവർക്ക് നന്മ കൊടുക്കുക എന്നുള്ളത് തമ്പുരാൻ്റെ സ്വഭാവമാണ്. ഈശോ പറയുന്നില്ലേ, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവ പിതാവ് അപ്പൻ.
ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നവൻ. നിന്നോട് എന്ത് തിന്മ ചെയ്താലും, എന്ത് പ്രതികാരം ചെയ്താലും, എന്ത് വഞ്ചന ചെയ്താലും അവരോട് നന്മയോടെ പ്രതികരിക്കുമ്പോൾ നീ നിന്റെ ദൈവത്തിൻ്റെ അപ്പൻ്റെ മകനായി മാറുകയാണ്, മകളായി മാറുകയാണ്. തമ്പുരാൻ്റെ മകനും മകളുമാണ് എന്നുള്ള നിന്റെ അടിസ്ഥാന സ്വഭാവം പ്രകടമാക്കാനും വളർത്താനുമുള്ള അവസരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരങ്ങളും ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏറ്റവും വലിയ ശത്രുതയും ഏറ്റവും വലിയ ചതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്ന ജീവിതത്തിൻ്റെ ഈ രഹസ്യം നാഥ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിനെ നീ ഒരുക്കണമേ, പരുവപ്പെടുത്തണമേ. നാഥ, ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുകയും ഞാൻ സഹായിക്കുകയും ചെയ്തവർ എനിക്കെതിരെ ശത്രുതയും പകയും അപകീർത്തിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ നിൻ്റെ മകനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വളരാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് തരണമേ. എനിക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് മനസ്സിൽ നന്മയും പ്രവൃത്തിയിൽ നന്മയും പുലർത്താനുള്ള വലിയ നിൻ്റെ മനസ്സിൻ്റെ വിശാലത ഈശോയെ തരിക. എനിക്കെതിരെ ചതിയും വഞ്ചനയും ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ നിൻ്റെ നന്മ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാനും നിൻ്റെ മനസ്സിൻ്റെ നന്മയിലേക്ക് വളരാനുമുള്ള അനുഗ്രഹം തരണമേ. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളൊക്കെ ദൈവപുത്രത്വത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള അവസ്ഥയിൽ വളരാനുള്ള അവസരങ്ങളാക്കി മാറ്റാനുള്ള വലിയ കഴിവ് ഈശോയെ തരണമേ. അങ്ങനെ എന്നെ ദൈവത്തിൻ്റെ മകനാക്കി, നിൻ്റെ മകനാക്കി രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ. ഞായറാഴ്ച പ്രസംഗങ്ങൾ സീറോ മലബാർ റീത്തിൻ്റെതും ലത്തീൻ റീത്തിൻ്റെതും ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഇതാണ്: 9477414926. ഇമെയിൽ ID ഇതാണ്: നാലുപറയിൽ NALUPARAYIL 2007@gmail.com. ഇതിലേതിലേക്കെങ്കിലും മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതാണ്.